നീ ഇപ്പൊ ഇങ്ങോട്ട് നല്ലൊരു കത്തി ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കാനാ. എന്റെ വീട്ടിൽ 1-2 തട്ടാനുണ്ട്. നടക്കൂ. ഇനി നിന്നെ ഇവിടെ കണ്ടിട്ട് വേണം പാപ്പിക്കറിയുമ്പോ വാളും വടിയൊക്കെ ഇട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ. വരട്ടെ ഇങ്ങട്. ഈ തീ കോരി ഞാൻ മുഖത്തിടും. പെണ്ണിന്റെ ബോധമില്ലാത്ത ഇരിപ്പ് കണ്ടില്ലേ? ചെറിയ കുട്ടിയാന്ന് വിചാരം. എണീറ്റ് പോടി അവിടുന്ന്. എനിക്ക് സൗകര്യമില്ല. വേണ്ട, നീ വാങ്ങിക്കണ്ടേന്ന്. പെൺകുട്ടികളായ പ്രായത്തിനൊത്തുള്ള ഒരു അന്തവും ചിന്തയൊക്കെ വേണ്ടേ? വേറെ എവിടെയല്ലോ, എന്റെ അപ്പോട്ടിന് മുമ്പിലല്ലേ. എന്നെ പിന്നെ ഉടുക്കാതെ ഇറങ്ങിക്കൂടെ? അയ്യേ അയ്യേന്നോ? ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താവോ? പോയി പുഴയിലൊന്ന് മുങ്ങിക്കുളിച്ചാലോ? അതിനെന്താ, ആയിക്കോട്ടെ. ഇതാരാ? ദേവു, ഓർക്കുന്നുണ്ടോ നീ? രാഘവേട്ടന്റെ മോളെ. രാഘവേട്ടന്റെ മോള്? അത് ശരി. ആ തീപ്പിട്ടിക്കമ്പാണോ കൺമുന്നിൽ ഈ പന പോലെ നിൽക്കുന്നത്? സോപ്പ് കഷ്ണം വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് മിഠായി എന്നും പറഞ്ഞ് തന്നപ്പോ നീ അത് തിന്നത് ഓർമ്മയുണ്ടോ? തീപ്പിട്ടിക്കമ്പേ ആ വികൃതിയൊക്കെ ഇപ്പോഴും കയ്യിലുണ്ടോ? കൊരങ്ങന്റെ കുഞ്ഞു വളർന്നു വലുതാകുമ്പോ ഒരു മൂത്ത കൊരങ്ങാവും, അല്ലാതെ ഒരു മുതു മൊയിലൊന്നും ആവൂല്ലോ. ആ കൊരങ്ങന്റെ സ്വഭാവം നീ ഇവിടെ ചെലവാവില്ല കേട്ടോ. അല്ലേ പോട്ടാ? ആ മുഖവും അതേ നോട്ടവും ഒരു മീശക്കാരനായിരിക്കുന്നേ ഉള്ളൂ അല്ലേ അപ്പോ? എവിടൊക്കെയായിരുന്നു ഇത്രയും കാലം? എവിടേക്കോ. ഇന്ത്യയിൽ ഇനി കാണാനും കഴിയാനും അധിക സ്ഥലമൊന്നും ബാക്കിയുണ്ടാവും തോന്നുന്നു. ബാക്കിയുള്ളവർ ഈ മേലൂർക്കുന്നിന്റെ മോളിലും ആ അങ്ങാടിയിലും തീർന്നു. പിന്നെ ഇടയ്ക്ക് ഒരു ടൂറ് വൈദ്യമന വരെ തലൊന്ന് തണുപ്പിക്കാനാ. ചെന്ന് പെട്ടെടുത്തെവിടെങ്കിലും പെണ്ണുമക്കളും? ഏയ്, ഭഗവതിക്ക് അറിയാം ഇല്ലേ അപ്പു? 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ടീച്ചർക്ക് പ്രേമലേഖനം കൊടുത്ത പാർട്ടിയാ. കാഴ്ചക്ക് ഒരസുഖം തോന്നുന്നില്ല രവതിക്ക്. കൈ കാശുണ്ട് ഇവർക്ക് മാറ്റിവെക്കാം. ഇതിപ്പോ അറിഞ്ഞോണ്ട് അവള് അതൊക്കെ എന്റെ കുട്ടി സഹിക്കുന്നുണ്ട്. ആരെ അറിയിക്കാതെ വിറ്റും പെറുക്കിയും മുണ്ട് മുറുക്കി കൊടുത്ത ഒരുത്തന്റെ കൂടെ കെട്ടിച്ചയച്ചത്. അവനെ അവൾക്ക് ഇഷ്ടമായിരുന്നു. 1 കൊല്ലം കൂടെ പുറത്തതിന് ശേഷം ഇങ്ങനെ ഒരു അസുഖം കണ്ടു തുടങ്ങിയപ്പോ നേരത്തെ രോഗമുണ്ടെന്നറിഞ്ഞിട്ടും അത് മറച്ചു വെച്ച് അവനെ കൊണ്ട് കെട്ടിക്കുകയായിരുന്നു എന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടാക്കിയത് സഹിച്ചിട്ടില്ല എന്റെ കുട്ടി. ആരോടും പരാതിയും പരിഭവമൊന്നുമില്ല, സ്നേഹിക്കാൻ അറിയൂ. രണ്ടാമത്തോള അശ്വതി, ഓർക്കാൻ വഴിയില്ല. നീ ചെറിയ മൂർച്ചുള്ള കൂട്ടത്തിലാ അല്ലേടേ തുമ്പ പോവാ. കത്തിയും കൊടുവെള്ളം ഉണ്ടാക്കലല്ലേ പണി, അതുകൊണ്ട് തോന്നുക. ഞാൻ ഉണ്ടാക്കും, ലാഭത്തിന് നീ വെക്കും, നമുക്ക് അധ്വാനം ബാക്കി. 10ൽ ജയിച്ചു. ഏറെ പഠിച്ചിട്ട് ആരാവാനാ? കടയിലെ കാര്യങ്ങളൊക്കെ അവള് നോക്കിക്കോളും. പിന്നെ നിന്റെ വീടിന്റെ പറമ്പിന്റെ കാര്യം ഞാൻ വിക്രമൻ കോൺട്രാക്ടറോട് സംസാരിച്ചിട്ടുണ്ട്. ഈ മേലൂർ കുന്നിന്റെ മുകളില് സ്വന്തം മണ്ണിൽ ജീവിക്കാനാണ് ഞാൻ വന്നത്. അതിനെതിരെ നിന്ന വിക്രമൻ കോൺട്രാക്ടർ ഈ കുന്നിന്റെ മുകളിൽ ജീവിക്കില്ല. നിന്നെ നല്ല പേടി കുടുങ്ങിയിട്ടുണ്ട് കോൺട്രാക്ടർക്ക്. ആരെയും പേടിപ്പിക്കാനും കുത്താനും ഒന്നുമല്ല. ബാക്കിയുള്ള കാലം എനിക്കിവിടെ ഒരു ജീവിതം വേണം. അത്യാവശ്യത്തിന് കാശൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ജീവിതമാർഗമായിട്ട് യാത്രാവണ്ടിയാക്കി ഓടിക്കാൻ എൻ്റെ കയ്യിൽ വണ്ടിയുണ്ട്. ഒക്കെ നടക്കും. നടക്കണം. അറിഞ്ഞില്ല, വരവ് ബോംബെ എന്നാണെന്ന് അറിഞ്ഞില്ല. ബോംബെ എന്ന് വരുന്നവരുടെ കയ്യിൽ തോക്കുണ്ടാവുമെന്ന് ഇവരൊക്കെ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. വിക്രമേട്ടൻ ശ്രമിച്ചു എന്ന് കുഞ്ഞ് പറയണം. കുഞ്ഞിനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്, വീടിന്റെ ആധാരം കൊടുക്കണേ. ഈ പണി നേരത്തെ ചെയ്താൽ മതിയായിരുന്നല്ലോ. മേലൂരിൽ വിക്രമേട്ടനോട് കട്ടക്ക് നിൽക്കാൻ പറ്റിയ ഒരുത്തരെ ഇപ്പോഴാ കണ്ടത്. അതിന് ബോംബെ നീ മോന് വരേണ്ടി വന്നല്ലോ. ഇനി വിക്രമേട്ടനൊരു കൂട്ടായി. കുഞ്ഞിരാമേട്ടാ, ഇവന്റെ വീടൊന്ന് അടിച്ചു തൂത്ത് വൃത്തിയാക്കണം. എന്റെ കുഞ്ഞങ്ങനെ കയറി പാർക്കട്ടെ, എന്നിട്ടൊരു കല്യാണവും. എന്തേ? അതെ പാക്കരാ, നമ്മുടെ കയ്യിൽ വല്ല പീസുകളും അല്ല അതൊക്കെ. വേണ്ട കുഞ്ഞെ, നമുക്ക് വേറെ ഫ്രഷ് പീസ് പിടിക്കാം. അല്ല, എവിടെ നിന്റെ ചങ്ങാതി അപ്പുണ്ണി? അവനാണല്ലോ ഈ ഉത്സാഹിക്കാൻ പറ്റി. എന്തിനാ? അല്ല, അവനങ്ങനെ ഏൽപ്പിച്ച് കഴിഞ്ഞാ
കുടിയിരിക്കല് അടിച്ച് പൊളിക്കാം.